Hello, welcome back to our analysis of our study of Unit 4 Elements of Writing in the textbook, in the A03 textbook, Academic Writing. So, we were looking at different rhetorical modes in writing, and the next rhetorical mode is comparison and contrast. Generally speaking, comparison can mean looking at or comparing two or more different things and looking at their similarities and differences. But when we say comparison and contrast, these two terms have specific meanings. Comparison means comparing two or more things, looking at two or more things in terms of their similarities. രണ്ടോ അതിൽ കൂടുതലോ സാധനങ്ങളെ കമ്പയർ ചെയ്ത് അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് ഏതൊക്കെ രീതിയിൽ അവർ ഒരുപോലെയാണെന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ കമ്പാരിസൺ എന്ന് പറയുന്നത്. ആൻഡ് കോൺട്രാസ്റ്റ് മീൻസ് ടു കമ്പയർ ടു ഓർ മോർ തിങ്സ് ഇൻ ടേംസ് ഓഫ് ദിയർ ഡിഫറൻസസ്. കോൺട്രാസ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ രണ്ടോ അതിലധികമോ ടോപ്പിക്സിനെ കമ്പയർ ചെയ്യുന്നു, പക്ഷെ അതിൽ നിന്ന് നമ്മൾ വ്യത്യാസങ്ങളാണ്, ഡിഫറൻസസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. ആൻഡ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ആസ് എ റെട്ടോറിക്കൽ മോഡ്, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വി വിൽ ബി യൂസിങ് ബോത്ത് ദീസ് ടെക്നിക്സ്. വി വിൽ ബി ലുക്കിംഗ് അറ്റ് ബോത്ത് ദ സിമിലാരിറ്റീസ് ആൻഡ് ദ ഡിഫറൻസസ്. It may not be completely wrong to say that it is a human tendency to look for similarities and differences. Sometimes, while writing an academic paper, you may be required to find out similarities and differences between two subjects. The rhetorical mode that comes to your rescue during such situations is compare and contrast. A compare and contrast essay may examine two subjects by either comparing them, contrasting them, or both. അപ്പോൾ ഇതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ് കാര്യങ്ങളിൽ സിമിലാരിറ്റീസും ഡിഫറൻസസും കണ്ടുപിടിക്കുക എന്നുള്ളത്. മനുഷ്യന്മാർക്ക് എന്ത് കാര്യം കണ്ടാലും നമുക്ക് അതിനെ മറ്റെന്തെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. ആ ഒരു ടെൻഡൻസി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ അക്കാഡമിക് റൈറ്റിംഗിലും അങ്ങനെ ഒരു മോഡ് നമുക്ക് കൊണ്ടുവരാം. ചില തരം ടോപ്പിക്സിനെ പറ്റി നമ്മളൊരു അക്കാഡമിക് പേപ്പർ എഴുതുമ്പോൾ നമുക്ക് രണ്ട് സബ്ജക്ട്സ്, രണ്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ടോപ്പിക്സിനെ പറ്റിയുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും കണ്ടുപിടിച്ചെഴുതേണ്ട ആവശ്യമുണ്ടാവും. അങ്ങനെ എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്ന റെറ്റോറിക്കൽ മോഡിനെ നമ്മൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നു. ആൻഡ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് മോഡിൽ നമ്മൾ എഴുതുന്ന എസ്സേസ് മൂന്ന് തരത്തിലാവാം. ഐദർ ഇറ്റ് മേ എക്സാമിൻ ടു സബ്ജക്ട്സ് ബൈ കമ്പയറിംഗ് ദം, ഒന്നെങ്കിൽ കമ്പാരിസൺ മാത്രമാവാം, സിമിലാരിറ്റീസ് മാത്രമാവാം നമ്മൾ എഴുതുന്നത്, ഓർ കോൺട്രാസ്റ്റിംഗ് ദം, രണ്ട് സബ്ജക്ട്സ് തമ്മിലുള്ള ഡിഫറൻസസ് മാത്രമായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത്, ഓർ ബോത്ത്, അല്ലെങ്കിൽ സിമിലാരിറ്റീസും ഡിഫറൻസസും രണ്ടും എഴുതുന്ന തരം എസ്സേസ് ആവാം. The main objective of a compare and contrast essay is to analyze subjects that can be analyzed using comparison or contrast in a meaningful way. The main objective, the main goal of a compare and contrast essay, എന്തിനാണ് നമ്മൾ compare and contrast essay എഴുതുന്നത്, അതിന്റെ ഏറ്റവും മെയിൻ ഉദ്ദേശം എന്താണ്, ഗോൾ എന്താണ്? കമ്പാരിസൺ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഉപയോഗിച്ച് സബ്ജക്റ്റുകളെ അനലൈസ് ചെയ്യാൻ പറ്റുമോ, മീനിങ് ആയി അനലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കലാണ്. ഇറ്റ് ഡസ് നോട്ട് എയിം അറ്റ് സ്റ്റേറ്റിംഗ് ഔട്ട്വേർഡ് ഓർ ഒബ്വിയസ് സിമിലാരിറ്റീസ് ഓർ ഡിഫറൻസ്, ബട്ട് ഹിഡൻ ആൻഡ് സട്ടിൽ വൺ. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പുറമേക്കുള്ള ഔട്ട്വേർഡ്, പുറമേക്കുള്ള അല്ലെങ്കിൽ ഒബ്വിയസ് ആർക്കും കണ്ടാൽ മനസ്സിലാവുന്ന സിമിലാരിറ്റീസും ഡിഫറൻസസും അല്ല നമ്മളൊരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേയിൽ പറയുന്നത്. റാദർ എന്താണ്, ഹിഡൻ ആൻഡ് സട്ടിൽ വൺസ്, ഒറ്റ നോട്ടത്തിൽ കാണാത്ത ചില സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കാണാത്ത ചില ഡിഫറൻസസ്, ഒളിഞ്ഞു കിടക്കുന്ന ചില ഫീച്ചേഴ്സ്, അതാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. കാരണം ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഇത് രണ്ടും സിമിലർ ആണ്, ഇന്നതൊക്കെയാണ് സിമിലാരിറ്റീസ് എന്ന് അറിയുമെങ്കിൽ അതിനെപ്പറ്റി പിന്നെ ഒരു എസ്സേ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഡിഫറൻസസ് ആണെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ഔട്ട്വേർഡ്ലി പുറമേ നിന്ന് നോക്കുമ്പോൾ, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ, സൂപ്പർഫിഷ്യലായി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളെ പറ്റി അങ്ങനെ എസ്സേ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ സൂപ്പർഫിഷ്യലായി നോക്കുമ്പോൾ സിമിലർ എന്ന് തോന്നും, എന്നാൽ ഉള്ളിൽ ഡിഫറൻസസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ എഴുതുന്നതിൽ ഒരു അർത്ഥമുണ്ട്. അല്ലെങ്കിൽ പുറമേ നോക്കുമ്പോൾ ഡിഫറെന്റ് ആണെന്ന് തോന്നും, പക്ഷെ നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് അനലൈസ് ചെയ്താൽ സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ഹിഡൻ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഹിഡൻ ഡിഫറൻസസിനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ നോക്കുന്നുണ്ടാവുക.
For example, when you write a comparative or contrastive analysis, you do not choose dwelling places and factories. Instead, you select two types of dwelling places, like flats and independent houses, or two types of factories. അപ്പോൾ പുറമേക്കുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും അല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വരുന്ന വേറൊരു പോയിന്റ് എന്താ വെച്ചാൽ, കമ്പാരിസൺ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് നടത്തണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന രണ്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ രണ്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് ഐഡിയാസ്, എന്ത് സംഭവമാണെങ്കിലും അത് രണ്ടും തമ്മിൽ ബേസിക് ആയിട്ട് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരു ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ആളുകൾ താമസിക്കുന്ന വാസസ്ഥലം എന്നൊക്കെ പറയില്ല, അതാണ് ഡ്വെല്ലിംഗ് പ്ലേസ്. ഡ്വെല്ലിംഗ് മീൻസ് ടു ലിവ് അറ്റ് എ പ്ലേസ്. ഡ്വെല്ലിംഗ് പ്ലേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ വീടാവാം, ഫ്ലാറ്റ് ആവാം, വില്ലയാവാം, എന്ത് വേണമെങ്കിലാവാം, പലതരം വീടുകളാവാം. അപ്പോൾ നമ്മൾ ഡ്വെല്ലിംഗ് പ്ലേസസും ഫാക്ടറീസും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്, ഫാക്ടറി എന്ന് പറഞ്ഞ ആളുകൾ പോയി ജോലി എടുക്കുന്ന സ്ഥലമാണ്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ കമ്പാരിസൺ ഓർ കോൺട്രാസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ഇതിൽ രണ്ടിലും ഒരു ബേസിക് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഒബ്വിയസ് ലെവലിൽ സിമിലാരിറ്റി ഉള്ള കാര്യങ്ങൾ അല്ല. ഒബ്വിയസ് ആയി തന്നെ ഒരുപാട് ഡിഫറൻസസ് ഉള്ള സാധനങ്ങളാണ്. ഇതിനെ രണ്ടിനും കമ്പയർ ചെയ്യുന്നതിൽ മീനിങ്ങിൽ അർത്ഥമില്ല. Instead, you select two types of dwelling places, like flats and independent houses. രണ്ട് തരം വാസസ്ഥലങ്ങൾ, ഡ്വെല്ലിംഗ് പ്ലേസസ് എടുക്കുന്നതിൽ പക്ഷെ അർത്ഥമുണ്ട്. ഫ്ലാറ്റും വീടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുക. ഇൻഡിപെൻഡന്റ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നിനോടും ജോയിൻ ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന വീടുകൾ. അപ്പൊ വീടും ഫ്ലാറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമുണ്ട്. കാരണം രണ്ടും ഒബ്വിയസ്ലി നോക്കിക്കഴിഞ്ഞാൽ ഒന്നാണ്, എന്താണ്, രണ്ടും ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളാണ്. എന്നാൽ അതിനകത്ത് ഡിഫറൻസസും ഉണ്ട്. ആ ഡിഫറൻസസ് ആണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫ്ലാറ്റും വീടും കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ടു ടൈപ്സ് ഓഫ് ഫാക്ടറീസ്, ടീ ഫാക്ടറി ആൻഡ് മേ ബി കോഫി ഫാക്ടറി ഓർ ചോക്ലേറ്റ് ഫാക്ടറി, അത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമുണ്ട്. കാരണം രണ്ടും ഫാക്ടറീസ് ആണ്, എന്നാലും രണ്ടിന്റെയും പ്രവർത്തനത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. Now, depending on your assignment, you may either write a full-length compare and contrast essay, or integrate compare and contrast essays, or integrate comparison and contrast into essays which follow another rhetorical mode predominantly. സെന്റൻസിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. മേ ബി ഇറ്റ് ഇസ് കറക്റ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ് അനുസരിച്ച് എന്തിനെ പറ്റിയാണ് നിങ്ങൾ എഴുതുന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. ഒന്നെങ്കിൽ ഒരു ഫുൾ ലെങ്ത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ. ആ എസ്സേക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല, രണ്ട് കാര്യങ്ങളെ എടുത്ത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യൽ മാത്രമാണ്. ആ ഫുൾ എസ്സേയിലും നമ്മൾ കമ്പാരിസൺ കോൺട്രാസ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. അതൊരു പോസിബിലിറ്റി. ഓർ രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്, ടു ഇന്റഗ്രേറ്റ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന റെട്ടോറിക്കൽ മോഡിനെ നമ്മൾ മറ്റൊരു തരം എസ്സേയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. വേറൊരു റെട്ടോറിക്കൽ മോഡിൽ എഴുതിയ എസ്സേയിൽ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കമ്പാരിസൺ കോൺട്രാസ്റ്റ് ആയിട്ട്, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ രണ്ട് പാരഗ്രാഫ് മാത്രം കമ്പാരിസൺ കോൺട്രാസ്റ്റ് ആയിട്ട് എഴുതാം. അതും പോസിബിൾ ആണ്. ജസ്റ്റ് ലൈക്ക് വാട്ട് വി വർ സേയിങ് അബൌട്ട് ഓൾ ദി അതർ rhetorical modes, you can either write a full essay in one rhetorical mode, or you can mix up different rhetorical modes and use them in your essays, depending on the purpose. എന്തിനു വേണ്ടിയാണ്, ഏതാണ് സൂട്ടബിൾ, അതിനനുസരിച്ച് നമ്മൾ എഴുതുക. Now, comparative or contrastive analysis can be done in two different ways. The first method is discussing the similarities in one part of the essay and moving on to the section on contrasting points or differences. The second method is identifying the points to be compared and contrasted and analyzing each point with reference to the items compared. രണ്ട് തരത്തിൽ നമുക്ക് ഇത് എഴുതാം. നമ്മളൊരു ഫുൾ ലെങ്ത് കമ്പാരിസൺ കോൺട്രാസ്റ്റ് ആണ് എഴുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും കമ്പാരിസൺ കോൺട്രാസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഫസ്റ്റ് വൺ എന്താണ്, ഡിസ്കസിങ് ദ സിമിലാരിറ്റീസ് ഇൻ വൺ പാർട്ട് ഓഫ് ദി എസ്സേ ആൻഡ് ദെൻ മൂവിങ് ഓൺ ടു ദ ഡിഫറൻസസ്. ആദ്യം ഒരു പാരഗ്രാഫ് സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പാരഗ്രാഫ്സ് ഈ രണ്ട് ടോപ്പിക്സ് തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണെന്ന് എഴുതാം. എന്നിട്ട് അടുത്ത പാരഗ്രാഫ് അല്ലെങ്കിൽ പാരഗ്രാഫ്സിൽ നമ്മൾ ഡിഫറൻസസ് പറയാം. അപ്പൊ നമ്മൾ ഒരു 8 പാരഗ്രാഫ് ഉള്ള എസ്സേ ആണെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, പിന്നെ ഒരു 3 പാരഗ്രാഫ് നമ്മൾ സിമിലാരിറ്റീസ് പറയുന്നു, പിന്നത്തെ 3 പാരഗ്രാഫ് നമ്മൾ ഡിഫറൻസസ് പറയുന്നു, അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡാണ്. അതാണ് ഫസ്റ്റ് മെത്തേഡ്.
The second method is identifying the points to be compared and contrasted and analyzing each point with reference to the items compared. രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഈ രണ്ട് ടോപ്പിക് എടുത്തിട്ട് എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ്, എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് ആദ്യമേ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. എന്നിട്ട് ഓരോ പോയിന്റും ഇന്ന കാര്യത്തിൽ അവ സിമിലർ ആണ്, പക്ഷെ ഇന്ന കാര്യത്തിൽ അവ ഡിഫറെന്റ് ആണ്. അടുത്ത പോയിന്റ് ഇന്ന കാര്യത്തിൽ അവർ സിമിലർ ആണ്, പക്ഷെ ഇന്ന കാര്യത്തിൽ അവർ ഡിഫറെന്റ് ആണ്. അങ്ങനെ ഒരു പോയിന്റിൽ സിമിലാരിറ്റിയും ഡിഫറൻസും പറയുന്നു, അടുത്ത പോയിന്റിൽ സിമിലാരിറ്റിയും ഡിഫറൻസും പറയുന്നു. അങ്ങനെയും എഴുതാം. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കമ്പാരിസൺ കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് രണ്ടും എഴുതുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു എസ്സേനെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ദ ഫസ്റ്റ് ടൈപ്പ് കൺസിസ്റ്റ് ഓഫ് 4 സെക്ഷൻസ്. അതായത് ആദ്യം കുറെ കമ്പാരിസൺസ് പറയുന്നു, പിന്നെ കുറെ കോൺട്രാസ്റ്റുകൾ പറയുന്നു. അത് 4 സെക്ഷൻസ് ആയിട്ട് നമുക്ക് എഴുതാം. 4 പാരഗ്രാഫ്സ് അല്ല, 4 സെക്ഷൻസ്. ഓക്കെ. ഫസ്റ്റ്, ഇൻട്രൊഡക്ഷൻ. You can use the opening paragraph to present a thesis statement and to introduce the items compared. And you need to give hints on the chief differences and similarities found out between the items compared. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആണ്. അവിടെ നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെന്റ്, നമ്മൾ നേരത്തെ ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് പറഞ്ഞപ്പോൾ പറഞ്ഞു തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന്, നമ്മുടെ ആർഗ്യുമെന്റ് എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് ആദ്യം നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. ഏത് കാര്യങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ്, ഫ്ലാറ്റും വില്ലയുമാണ്, അല്ലെങ്കിൽ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയുമാണ്. അത് നമ്മൾ ആ രണ്ട് ഐറ്റംസിന് നമ്മൾ കമ്പയർ ചെയ്യുന്നു. മലയാളം സിനിമയും ഹിന്ദി സിനിമയും തമ്മിലുള്ള കമ്പാരിസൺ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ആ രണ്ട് ഐറ്റംസ് എന്താണെന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് അതിനൊപ്പം തന്നെ എന്തിനാണ് നമ്മൾ ഇത് കമ്പയർ ചെയ്യുന്നത്, ഇവ തമ്മിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട്, ചില ഡിഫറൻസസ് ഉണ്ടെന്ന് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമ്മൾ ഒരു ചെറിയ ഹിന്റ് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്തിനാണ് ഇതിനെ രണ്ടിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാവില്ല. Then the next section is comparison. The first section in the body paragraphs is where the similarities of the two items under comparison are to be presented. The number of comparison paragraphs can be decided based on the number of major aspects to be compared. അപ്പൊ ആദ്യത്തെ സെക്ഷൻ അത് ഒരു പാരഗ്രാഫ് ആവാം, 2 പാരഗ്രാഫ് ആവാം, 3 പാരഗ്രാഫ് ആവാം. പക്ഷെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞുള്ള പാരഗ്രാഫ്സിൽ ആദ്യത്തെ സെക്ഷനിൽ സിമിലാരിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ. അത് എത്ര പാരഗ്രാഫ് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. കാരണം എത്ര മേജർ ആസ്പെക്ട്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട് അതനുസരിച്ച്. ഇപ്പോൾ 3 മേജർ ആസ്പെക്ട്സ് ആണെങ്കിൽ ഒരു പാരഗ്രാഫിൽ ഒരു ആസ്പെക്ട്, അടുത്ത പാരഗ്രാഫിൽ മറ്റൊരു ആസ്പെക്ട്, പിന്നത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ ആസ്പെക്ട്, അങ്ങനെ നമ്മൾ എഴുതുക. ഇനി ഒരു മെയിൻ കാര്യം മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യുന്നുള്ളെങ്കിൽ അത് ഒരു പാരഗ്രാഫിൽ എഴുതിയിട്ട് അടുത്ത പാരഗ്രാഫിലൊക്കെ ചെറിയ കുട്ടി കമ്പാരിസൺസ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. അല്ലാതെ there is no hard and fast rule how many paragraphs you should use to do the comparison. Then of course the next third section is contrast. The second section in the body paragraph. അതായത് ആദ്യത്തെ സെക്ഷൻ ഇൻട്രൊഡക്ഷൻ ആണ്, പിന്നെ ഉള്ള സെക്ഷൻസ് ബോഡി പാരഗ്രാഫ്സ് ആണ്. ആ ബോഡി പാരഗ്രാഫ്സിന്റെ ആദ്യത്തെ സെക്ഷൻ കമ്പാരിസൺ ആണ്. രണ്ടാമത്തെ സെക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോൺട്രാസ്റ്റീവ് അനാലിസിസ് ഓഫ് ദി ഐറ്റംസ് അണ്ടർ ഡിസ്കഷൻ. അവിടെ നമ്മൾ ഡിസിമിലാരിറ്റീസ് ആണ്, കോൺട്രാസ്റ്റ് ആണ് നോക്കുന്നത്. ആസ് ഇൻ ദ കമ്പാരിസൺ സെക്ഷൻ, the length of this section, that is the number of paragraphs, depends on the number of differences you want to present. അപ്പോൾ നമ്മൾ കമ്പാരിസന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ എത്ര പാരഗ്രാഫ്സിൽ കോൺട്രാസ്റ്റ് എഴുതണം എന്നുള്ളതും നമ്മൾ എത്ര ഡിഫറൻസസ് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അനുസരിച്ചിരിക്കും. ഇനി നമ്മൾ രണ്ടിനെയും പറ്റിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാണ്, ടെക്സ്റ്റിലുള്ളതല്ല. 2 കാര്യങ്ങളെ പറ്റി നമ്മൾ ഈക്വൽ ആയിട്ട് കമ്പാരിസൺ കോൺട്രാസ്റ്റ് പറയാം. അതൊരു പോസിബിലിറ്റി ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3 പാരഗ്രാഫിൽ നമ്മൾ സിമിലാരിറ്റീസ് പറയുന്നു, 3 പാരഗ്രാഫിൽ നമ്മൾ ഡിഫറൻസസ് പറഞ്ഞു. അത് പോസിബിൾ ആണ്. അല്ല, നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് സിമിലർ ആണെന്ന് തോന്നുമെങ്കിലും ആക്ച്വലി ഈ 2 കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണെന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ then we start with 1 or 2 comparisons and then you can have more number of contrasts. Similarly, if you want to say that these 2 things are very similar, actually ഇത് രണ്ടും വളരെ സിമിലർ ആണ്, എന്നാൽ ചില വ്യത്യാസങ്ങളും ഉണ്ട് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കമ്പാരിസൺസ് കൂടുതലായിരിക്കും, കോൺട്രാസ്റ്റ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, എന്തിനാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്, അതനുസരിച്ച് നമ്മൾ നമ്പർ ഓഫ് പാരഗ്രാഫ്സും നമ്പർ ഓഫ് കമ്പാരിസൺസ് ആൻഡ് കോൺട്രാസ്റ്റും നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി വി ഹാവ് എ കൺക്ലൂഷൻ which is a brief summary of the similarities and differences, a restating of the thesis statement, and some concluding remarks
ദീസ് ആർ വാട്ട് വി കൻ സീ ഇൻ ദ കൺക്ലൂഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും എസ്സേയിൽ പറഞ്ഞ ആ സിമിലാരിറ്റീസും ഡിഫറൻസസും വളരെ ബ്രീഫായിട്ടൊന്ന് സമ്മറൈസ് ചെയ്യണം. therefore എന്ന് പറഞ്ഞിട്ട് നമ്മളെ തീസിസ് സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ആർഗ്യുമെന്റിനെ ഒന്നുകൂടി ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് റീസ്റ്റേറ്റ് ചെയ്യണം, രണ്ടാമത് ഒന്നുകൂടി പറയണം. therefore I argue that these things are similar, therefore these things seem to be very different, whatever അത് നമ്മൾ പറയുന്നു. ആൻഡ് വേണമെങ്കിൽ കുറച്ച് കൺക്ലൂഡിങ് റിമാർക്സും അതിനെപ്പറ്റി പറയാവുന്നതാണ്. അതായത് ഇത് രണ്ടും സിമിലർ ആയതുകൊണ്ട് എന്താണ്, വാട്ട് ഇസ് ദ പോയിന്റ്, അല്ലെങ്കിൽ ഇത് രണ്ടും ഡിഫറെന്റ് ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്തതുകൊണ്ട് എന്താണ് അതിന്റെ പോയിന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ്. ആദ്യം കമ്പാരിസൺസ്, പിന്നെ കോൺട്രാസ്റ്റ്, അങ്ങനെ എഴുതുന്നതിന്റെ ഒരു ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പാരഗ്രാഫ്സ് നമുക്ക് കാണാം. ഇനി അടുത്തത്, the structure of the second type of compare and contrast essay is as follows. സെക്കൻഡ് ടൈപ്പ് ഏതായിരുന്നു? ആദ്യം ഒരു പോയിന്റിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു, കോൺട്രാസ്റ്റ് ചെയ്യുന്നു, അടുത്ത പോയിന്റിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു, കോൺട്രാസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ്, ഇൻട്രൊഡക്ഷൻ presents the thesis statement and lists the major points to be discussed in comparison or contrast between the subjects or items selected. തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ വളരെ സിമിലർ ആയിരിക്കും. എന്താണ് നമ്മുടെ ആർഗ്യുമെന്റ്, നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു, ഏതാണ് സബ്ജക്ട്സ് അല്ലെങ്കിൽ ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്യാൻ എന്നുള്ളതിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് എന്തൊക്കെയാണ് ഇതിൽ ചില മേജർ പോയിന്റ്സ് എന്ന് നമ്മൾ വളരെ ബ്രീഫായിട്ട് പറയുന്നു. ഇൻട്രൊഡക്ഷനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. The first body paragraph discusses the first point with reference to both the items compared. ആദ്യത്തെ പോയിന്റിൽ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഐറ്റംസ് തമ്മിൽ നമുക്ക് പറയാനുള്ള ആദ്യത്തെ പോയിന്റ് എന്താണ്, ഇന്ന രീതിയിൽ ഇവ രണ്ടും സിമിലർ ആണ് പക്ഷെ ഇന്ന രീതിയിൽ ഡിഫറെന്റ് ആണ്, അത് ഒരു പാരഗ്രാഫിൽ പറയുന്നു. പിന്നെ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. The second body paragraph discusses the second point with reference to both the items compared. The third body paragraph discusses a point with reference to both the items compared. അങ്ങനെ നമ്മൾ പോവാണ്. And the number of body paragraphs depend on the number of points to be compared and contrasted. എത്ര പോയിന്റിൽ നമ്മൾ കമ്പാരിസൺ കോൺട്രാസ്റ്റ് പറയുന്നുണ്ട് അതനുസരിച്ച് അത്രയും നമ്പർ ഓഫ് പാരഗ്രാഫ്സ് നമുക്ക് എഴുതാവുന്നതാണ്. And finally, conclusion summarizes the points compared or contrasted and restates the thesis statement. കൺക്ലൂഷനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സോഫാർ പറഞ്ഞ ഈ രണ്ട് ഐറ്റംസിനെ പറ്റിയുള്ള നമ്മളുടെ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഡിഫറൻസസ് എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്, അതിലെ പോയിന്റ്സ് നമ്മൾ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യുന്നു, ആ തീസിസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒന്നുകൂടി റീസ്റ്റേറ്റ് ചെയ്യുന്നു. ഇനി ഇതിൽ ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾസ് ഓഫ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. ഇത് മുഴുവൻ നമ്മൾ വായിക്കുന്നില്ല, ബട്ട് യു ഗൈസ് ക്യാൻ റീഡ് ഇറ്റ് അറ്റ് യുവർ ലെisure. But let us look at the first one very quickly. This is a comparison between the green sea turtle and the loggerhead sea turtle. രണ്ട് തരം സീ ടേർട്ടിൽസിനെ കമ്പയർ ചെയ്യാണ്. അപ്പൊ തന്നെ നമുക്കറിയാം രണ്ടും സിമിലർ, പുറമേ നോക്കിയാൽ സിമിലർ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. രണ്ടും സീ ടേർട്ടിൽസ് ആണ്, എന്നാൽ രണ്ട് തരം സീ ടേർട്ടിൽസ് ആണ്. The green sea turtle and the loggerhead sea turtle nest along the Atlantic and the Pacific shores in the United States. The green sea turtle is on the endangered list, while the loggerhead is listed as threatened. The green sea turtle eats grass, algae, and other vegetation and is classified as herbivorous. Unlike the green sea turtle, the loggerhead turtle is classified as carnivorous and eats horseshoe crabs, clams, and mussels. Both sea turtles live in temperate and subtropical waters and tend to stay near the coastline. ഇതിൽ നമുക്ക് കാണാവുന്ന എന്താ വെച്ചാൽ ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഗ്രീൻ സീ ടേർട്ടിലിനെയും ലോഗർഹെഡ് സീ ടേർട്ടിലിനെ പറ്റിയാണ്. അവരെവിടെയാണ് കാണപ്പെടുന്നത്? അറ്റ്ലാന്റിക് ആൻഡ് പസഫിക് ഷോഴ്സിലാണ് അതിനെ കാണുന്നത് നമുക്ക് മനസ്സിലാവും. ഈ സെന്റൻസിൽ അത്ര ക്ലിയർ അല്ല അവരെഴുതിയതിൽ. ഒന്ന് അറ്റ്ലാന്റിക്കിലും ഒന്ന് പസഫിക്കിലും ആണോ അതോ രണ്ട് സ്ഥലത്തും കാണുന്നതാണോ എന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടില്ല. രണ്ട് സ്ഥലത്താണ് എന്ന് കൃത്യമായി പറയണമെങ്കിൽ ഒന്ന് അറ്റ്ലാന്റിക്കിലും ഒന്ന് പസഫിക്കിലും ആണെങ്കിൽ റെസ്പെക്റ്റീവ്ലി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ രണ്ട് സ്ഥലത്തും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ആദ്യത്തെ സെന്റൻസ് എന്താണ്? ദി ഗ്രീൻ സീ ടേർട്ടിൽ ഇസ് ഓൺ ദി എൻഡേഞ്ചേർഡ് ലിസ്റ്റ് വൈൽ ദി ലോഗർഹെഡ് ടേർട്ടിൽ ഇസ് ലിസ്റ്റഡ് ആസ് ത്രെറ്റൻഡ്. നമ്മൾ എൻഡേഞ്ചേർഡ് ലിസ്റ്റ്, ത്രെറ്റൻഡ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ചില വ്യത്യാസങ്ങളുണ്ട്. ഏതൊക്കെ ആനിമൽസ് ആണ് എൻഡേഞ്ചേർഡ്, അതായത് എത്ര കൊണ്ടും ആ ആനിമൽസ് ബാക്കിയുണ്ട്, ഹൗ
ഡിഫിക്കൾട്ട് ഇസ് ദിയർ സിറ്റുവേഷൻ, ഹൗ ഡേഞ്ചറസ് ദിയർ സിറ്റുവേഷൻ, അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഓരോ ലിസ്റ്റാണ് എൻഡേഞ്ചേർഡ് ലിസ്റ്റ്, ത്രെറ്റൻഡ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഗ്രീൻ സീ ടേർട്ടിൽ എൻഡേഞ്ചേർഡ് ലിസ്റ്റിലാണ്, ലോഗർ ഹെഡ് ടേർട്ടിൽ ത്രെറ്റൻഡ് ലിസ്റ്റിലാണ്. അത് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഫസ്റ്റ് പോയിന്റിനെ പറ്റി തന്നെ പക്ഷേ രണ്ടിനെയും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് പറയും, രണ്ടും ഇങ്ങനെ ഒരു ലിസ്റ്റിലുണ്ട് കമ്പാരിസൺ. എന്നാൽ ഒന്ന് എൻഡേഞ്ചേർഡ് ലിസ്റ്റ്, മറ്റത് ത്രെറ്റൻഡ് ലിസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ്. അടുത്ത 2 സെന്റൻസിലാണ് വരുന്നത്. ഗ്രീൻ സീ ടേർട്ടിൽ എന്ത് കഴിക്കുന്നു? ഗ്രാസ്, ആൽഗെ, അതർ വെജിറ്റേഷൻ ആണ്. അതിനെ ഹെർബിവോറസ് ആണ്, വെജിറ്റേറിയൻ ടേർട്ടിലാണ് അത്. അൺലൈക്ക് ദാറ്റ്, അതിൽ നിന്നും വ്യത്യസ്തമായി ലോഗർ ഹെഡ് ടേർട്ടിൽ കാർണിവോറസ് ആണ്, മീറ്റ് ഈറ്റിംഗ് ആണ്. ആൻഡ് അത് തിന്നുന്നത് ഹോഴ്ഷൂ ക്രാബ്സ്, ക്ലാംസ്, മസിൽസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. ഇത് സെക്കൻഡ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താ? വാട്ട് ഡു ദേ ഈറ്റ്, എന്താണ് അവർ കഴിക്കുന്നത് എന്നുള്ളത്. ഒന്ന് ഹെർബിവോറസ് ആണ്, മറ്റത് കാർണിവോറസ് ആണ്. അപ്പൊ രണ്ടിലും സിമിലാരിറ്റി എന്താണ്? സിമിലാരിറ്റി അല്ല, നമ്മളിവിടെ ഡിഫറൻസസ് ആണ് പറയുന്നത്. ഫുഡ് എന്നുള്ള പോയിന്റ് എടുത്തിട്ട് രണ്ടും തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അടുത്തത്, ബോത്ത് സീ ടേർട്ടിൽസ് ലിവ് ഇൻ ടെമ്പറേറ്റ് ആൻഡ് സബ്ട്രോപ്പിക്കൽ വാട്ടേഴ്സ് ആൻഡ് ടെൻഡ് ടു സ്റ്റേ നിയർ ദ കോസ്റ്റ് ലൈൻ. വേർ ഡു ദേ ലിവ്, ഇൻ വാട്ട് കൈൻഡ് ഓഫ് വാട്ടർ ഡു ദേ ലിവ് എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. അത് കമ്പാരിസൺ ആണ്, കാരണം രണ്ടും സിമിലർ ആണ്, ഒരേപോലത്തെ ടെമ്പറേറ്റ് ആൻഡ് സബ്ട്രോപ്പിക്കൽ വാട്ടറിലാണ് രണ്ടും ജീവിക്കുന്നത്. അപ്പോ ഇവിടെ നമുക്ക് കാണാവുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ 2 മോഡ്സ് ഓഫ് റൈറ്റിംഗിൽ ഏതാണ്? സെക്കൻഡ് വൺ ആണ്. ഈ പറഞ്ഞ സെക്കൻഡ് ടൈപ്പ് ഓഫ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ് ആണ് ഈ സീ ടേർട്ടിൽസിന്റെ കേസിൽ നമ്മൾ കാണുന്നത്. കാരണം ഓരോ പോയിന്റ് എടുത്തിട്ട് ആദ്യം കുറെ സിമിലാരിറ്റീസ്, പിന്നെ കുറെ ഡിഫറൻസസ്, അങ്ങനെയല്ല ചെയ്യുന്നത്. പകരം ഒരു പോയിന്റ് എടുത്തു, അതിനെ നമ്മൾ കമ്പയർ ചെയ്യും, സിമിലാരിറ്റി ആണോ ഡിഫറൻസ് ആണോ നോക്കും. അടുത്ത പോയിന്റ് എടുത്തു, മനസ്സിലായില്ലേ? അതായത് എവിടെയാണ് അവർ താമസിക്കുന്നത്, അതൊരു പോയിന്റ്. അടുത്തത്, എന്ത് ലിസ്റ്റിലാണ് അവരുള്ളത്? ഒന്ന് എൻഡേഞ്ചേർഡ് ലിസ്റ്റ്, മറ്റത് ലോഗർ ഹെഡ്, മറ്റത് ത്രെറ്റൻഡ് ലിസ്റ്റ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എടുത്തു, കോൺട്രാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി. മൂന്നാമത്തത് ഫുഡിനെ പറ്റിയാണ്, ആ പോയിന്റ് എടുത്തു, കോൺട്രാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി. നാലാമത്തെ പോയിന്റ് വേർ ടു ദേ ലിവ് എന്നുള്ളതാണ്, ആ പോയിന്റ് എടുത്തു, അത് സിമിലാരിറ്റീസ് ആണ് കാണുന്നത്. അപ്പോൾ ദിസ് ഇസ് an example of the second mode of writing, comparison and contrast. Whereas the next one, which is about traditional versus modern technologies of communication. അത് നമ്മളിപ്പോൾ വായിക്കുന്നില്ല, യു ക്യാൻ റീഡ് ഇറ്റ് ഓൺ യുവർ ഓൺ. ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ദ ഫസ്റ്റ് മോഡ് ഓഫ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്, വെയർ യു റൈറ്റ് similarities together and you write differences together. യു കെൻ സി, ഇവിടെ തന്നെ കാണാം ആദ്യത്തെ പാരഗ്രാഫിൽ എന്തിനെ പറ്റിയാണ്? കമ്പ്യൂട്ടർ ആൻഡ് മോഡേൺ ടെക്നോളജിയും ലെറ്റേഴ്സ് ആൻഡ് ടെലിഫോണും, അത് തമ്മിലുള്ള കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ആണ്. ആൻഡ് ഫസ്റ്റ് പാരഗ്രാഫ് ബിഗിൻസ് വിത്ത് വൺ സിമിലാരിറ്റി ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ സിമിലാരിറ്റി ആണ് ആ പാരഗ്രാഫിൽ പറയാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത പാരഗ്രാഫ്, ഹൗവെവർ ദർ ആർ ക്ലിയർലി മെനി ഡിഫറൻസസ്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് ഡിഫറൻസസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നു. അനദർ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇസ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഡിഫറൻസ് പറയുന്നു. അവസാനത്തെ പാരഗ്രാഫ് ഇൻ കൺക്ലൂഷൻ, അത് നമ്മുടെ കൺക്ലൂഡിങ് പാരഗ്രാഫ് ആണ്. This is also important. There are some words and phrases that can be used to signal comparison or contrast. വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം, ഇനി ഞാൻ പറയാൻ പോകുന്ന സെന്റൻസ് കമ്പാരിസൺ ആണോ അതോ കോൺട്രാസ്റ്റ് ആണോ, ഞാൻ പറയാൻ പോകുന്നത് ഒരു സിമിലാരിറ്റിയെ പറ്റിയാണോ ഒരു ഡിഫറൻസിനെ പറ്റിയാണോ എന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ആണ്. ഈ വേർഡ്സ് നമ്മൾ കണ്ടാൽ, നമ്മളൊരു എസ്സേ വായിക്കുമ്പോൾ ഈ വേർഡ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതിൽ കമ്പാരിസൺ കോൺട്രാസ്റ്റ് നടക്കുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ ഈ വേർഡ്സ് മാക്സിമം യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഓൾസോ, ഒരു കാര്യം പറഞ്ഞ ഓൾസോ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് പറഞ്ഞ ഇങ്ങനെയും ഉണ്ട്. അപ്പൊ നമ്മൾ യു ആർ ആഡിങ് സംതിങ്, അനദർ ഡിഫറൻസ്, അനദർ സിമിലാരിറ്റി. ഇപ്പൊ ഒരു സിമിലാരിറ്റി പറഞ്ഞു, ഇനി അടുത്ത സിമിലാരിറ്റി, ഒരു ഡിഫറൻസ് പറഞ്ഞു, അടുത്ത ഡിഫറൻസ്. ബി സിമിലർ, ബോത്ത്, ബട്ട്, ബൈ കമ്പാരിസൺ, കൺവേഴ്സ്ലി മീൻസ് ഓപ്പോസിറ്റ് ആയിട്ട്, ഹവെവർ പക്ഷേ എന്നുള്ളതിന്റെ വേറൊരു വേർഡാണ്, വേറൊരു യൂസേജ് ആണ്. ഇൻ എ സിമിലർ ഫാഷൻ, ഇൻ കമ്പാരിസൺ, ഇൻ കോൺട്രാസ്റ്റ്, ജസ്റ്റ് ലൈക്ക്, likewise, neither this nor that, not only this but also that. On the other hand, one difference, one similarity, similar to, similarly, to be alike, to be different, to be dissimilar to be the same as, to be unlike, to compare both this and that, to differ from, unlike, whereas, while. These are some examples of words
ആൻഡ് ഫ്രേസസ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഷോ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് സിമിലാരിറ്റീസിനെ കാണിക്കുന്നത്, ഏതൊക്കെയാണ് ഡിഫറൻസസിനെ കാണിക്കുന്നത് എന്ന്. And then there are some sample topics that you can look at for comparison and contrast. Urban colleges and rural colleges. സിറ്റിയിലുള്ള കോളേജും വില്ലേജിലുള്ള കോളേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ട് ഡിഫറെൻറ്റ് സിറ്റീസിലെ എത്രകൊണ്ടും ക്ലെൻലിനെസ് ഉണ്ട്. ഓർഗാനിക് ഫുഡും സാധാരണ കൺവെൻഷനലി ഗ്രോൺ ഫുഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ട് ബുക്സ്, നാടകം, സിനിമ, രണ്ട് ബുക്ക് അല്ലെങ്കിൽ ബുക്സിലെ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാം. രണ്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ഗ്രേറ്റ് ലീഡേഴ്സ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഗാന്ധി വേഴ്സസ് അംബേദ്കർ, ഗാന്ധി വേഴ്സസ് സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ട് കവിതകളിൽ അല്ലെങ്കിൽ രണ്ട് കവികളുടെ പോയറ്റിക് ടെക്നിക്സ്, ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് നമുക്ക് കാണാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ rhetorical mode known as comparison and contrast. I hope this is clear.